സൗദി അറേബ്യയിൽ 2026 ഹജ്ജ് സീസൺ സമാഗതമാകുന്നതോടെ തീർത്ഥാടനം സുഗമവും സുരക്ഷിതവുമാക്കാൻ കർശന നിയമപരിഷ്കാരങ്ങളുമായി ആഭ്യന്തര മന്ത്രാലയം എത്തിയിരിക്കുന്നു. ഔദ്യോഗിക ഹജ്ജ് അനുമതി പത്രമില്ലാതെ പുണ്യ നഗരിയിൽ പ്രവേശിക്കുന്നവർക്കും അവർക്ക് സഹായങ്ങൾ നൽകുന്നവർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 18 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നിയന്ത്രണങ്ങൾ പ്രകാരം നിയമലംഘകർക്ക് വൻതുക പിഴയും നാടുകടത്തലും ഉൾപ്പെടെയുള്ള ശിക്ഷകൾ നേരിടേണ്ടി വരും. വിസിറ്റ് വിസയിൽ എത്തിയവരും ഉംറ തീർത്ഥാടകരും നിശ്ചിത സമയപരിധിക്കുള്ളിൽ രാജ്യം വിടണമെന്ന കർശന നിർദ്ദേശം പ്രവാസികൾക്കിടയിൽ വലിയ ജാഗ്രതയ്ക്ക് കാരണമായിട്ടുണ്ട്. ഹജ്ജ് സീസണിലെ തിരക്ക് നിയന്ത്രിക്കാനും തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള സൗദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു നീക്കമാണിത്. ഹജ്ജ് അനുമതി പത്രമില്ലാത്ത പുണ്യകർമ്മങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുന്നവർക്കും അവർക്ക് സഹായങ്ങൾ നൽകുന്നവർക്കുമെതിരെ കർശന ശിക്ഷാ നടപടികളാണ് സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിയമത്തിന്റെ കാര്യത്തിൽ ഇത്തിരി കടുംപിടുത്തമുള്ള രാജ്യമാണ് സൗദി. ഒരു വിട്ടുവീഴ്ചയും നിയമത്തിൽ സൗദി വരുത്തില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നും സൗദി അറേബ്യയാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമലംഘകർക്ക് വലിയ തുക പിഴയും നാടുകടത്തലുമൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത്. ഇത്തരം നിയമലംഘനങ്ങളിൽ പെടാതിരിക്കുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നവർക്കും മക്കയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന പ്രവാസികൾക്കും ശിക്ഷ കടുപ്പമേറിയതായിരിക്കും. ഇത്തരക്കാരെ ഉടൻ തന്നെ നാടുകടത്തുകയും 10 വർഷത്തേക്ക് സൗദിയിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ, സ്വകാര്യ വസതികൾ തുടങ്ങിയിടങ്ങളിൽ ഇവർക്ക് അഭയം നൽകുന്നതും കുറ്റകരമാണ്. നിയമവിരുദ്ധമായ ആളുകളെ പുണ്യ നഗരിയിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടാനും സഹായികളെ അറസ്റ്റ് ചെയ്യാനും ഉത്തരവുണ്ട്. നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 2026 ഹജ്ജ് കർമ്മത്തിനുള്ള ഒരുക്കങ്ങൾ സൗദി അറേബ്യ ആരംഭിച്ചതോടെ ഉംറ തീർത്ഥാടകർക്കും സന്ദർശകർക്കും കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉംറ വിസയിൽ എത്തിയവർ ഏപ്രിൽ 18 ശനിയാഴ്ചക്കകം രാജ്യം വിടണമെന്നാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഹജ്ജ് സീസൺ സുരക്ഷിതമായി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. കൂടാതെ മക്ക നഗരത്തിലുള്ള പ്രവേശനത്തിനും നിയന്ത്രണങ്ങളുണ്ട്. ഹജ്ജ് പെർമിറ്റോ മക്കയിലെ താമസരേഖകളോ ഇല്ലാത്ത ആരെയും നഗരത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല. ഇത് സംബന്ധിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. നിലവിൽ മക്കയിൽ ഇഷ്യൂ ചെയ്ത താമസാനുമതിയുള്ളവർ, പുണ്യസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനുള്ള വർക്ക് പെർമിറ്റ് ഉള്ളവർ, ഔദ്യോഗിക ഹജ്ജ് പെർമിറ്റ് കൈവശമുള്ളവർ എന്നിവർക്ക് മാത്രമേ മക്കയിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകിയിട്ടുള്ളൂ. ഉംറ തീർത്ഥാടനത്തിനായുള്ള നുസുക് പ്ലാറ്റ്ഫോം വഴിയുള്ള പെർമിറ്റുകൾ നൽകുന്നതും താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഏപ്രിൽ 18 മുതൽ മെയ് 31 വരെയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലയളവിൽ ആർക്കും പുതിയ ഉംറ പെർമിറ്റുകൾ അനുവദിക്കില്ല. നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഏപ്രിൽ 18 എന്ന സമയപരിധി പാലിക്കാത്തവർ നിയമ നടപടികൾ നേരിടേണ്ടതായി വരും. ഹജ്ജ് സീസണിൽ മക്കയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പ്രവേശന അനുമതിക്കായി അപേക്ഷിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. അബ്ഷീർ, മുഖീം എന്നീ പോർട്ടലുകൾ വഴി മാത്രമേ അപേക്ഷകൾ സമർപ്പിക്കാവൂ. അതേസമയം ഹജ്ജ് വിസയില്ലാതെ മക്കയിൽ പ്രവേശിക്കാനോ താമസിക്കാനോ ശ്രമിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതിനാൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് വൻ തുക പിഴയും സൗദിയിൽ നിന്ന് നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ശിക്ഷാ വിധികളും ലഭിക്കും. പല പ്രാവശ്യമായിട്ട് ആഭ്യന്തര മന്ത്രാലയം ഇതിനെതിരെ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ മെയ് 25 മുതൽ മെയ് 30 വരെയാണ് ഈ വർഷത്തെ ഹജ്ജ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിശുദ്ധമായ ഹജ്ജ് കർമ്മം അതിന്റെ എല്ലാ ചൈതന്യത്തോടും അച്ചടക്കത്തോടും കൂടി പൂർത്തിയാക്കാൻ സൗദി ഭരണകൂടം നടപ്പിലാക്കുന്ന ഈ സുരക്ഷാ മുൻകരുതലുകൾ ഏറെ പ്രശംസനീയമാണ്. നിയമങ്ങൾ ലംഘിച്ച് പുണ്യഭൂമിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് വ്യക്തിപരമായ പ്രത്യാഘാതങ്ങൾക്കൊപ്പം ഹജ്ജ് മിഷന്റെ സുഗമമായ പ്രവർത്തനങ്ങളെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് മന്ത്രാലയം നൽകുന്നത്. 10 വർഷത്തെ പ്രവേശന വിലക്കും നാടുകടത്തലും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ പ്രവാസികൾ അതീവ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ മാത്രം ഹജ്ജ് കർമ്മത്തിനായി തയ്യാറെടുക്കുകയും രാജ്യത്തെ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുകയും ചെയ്യുക എന്നതാണ് സുരക്ഷിതമായ തീർത്ഥാടനത്തിനുള്ള ഏക പോംവഴി.